സമയമാണ്. എന്തുവാണ് അല്ല വണ്ടി ഇടിച്ച കാര്യം വല്ലതും ഉണ്ടോ അണ്ണാ ഇതിനകത്ത്? വണ്ടി ഇടിച്ച കാര്യമൊന്നുമില്ല. ഇത് അതിനോട് എനിക്ക് കൂട്ടുകാരൻ മെസ്സേജ് ഇട്ട് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അതിനൊന്നിനും അണ്ണൻ മറുപടി ഇടുന്നില്ലല്ലോ. ഗുഡ് മോർണിംഗ് ഇട്ടാണ് എന്താ മറുപടി ഇടാത്തത്? മറുപടിയൊക്കെ ഞാൻ ഇടുന്നുണ്ട്, നിന്നെ കാണിച്ചിട്ടാണ് ഞാൻ മറുപടി ഇടുന്നത്. പിന്നെ ഏതാണ്ട് എത്ര എണ്ണം കിടക്കുന്നു? ആരോ ഒരാൾ ഇട്ട് നോക്കിയിട്ട് കാണുന്നില്ല. ഓഹോ, അണ്ണാ ഇന്ന് ഉച്ചയ്ക്ക് വെച്ച കറി കൊള്ളായിരുന്നോ? തക്കാളിക്കായിട്ട അയില കറി. തക്കാളിയും മാങ്ങയും അല്ലായിരുന്നു? മാങ്ങായി ഇട്ടായിരുന്നു, നല്ലതായിരുന്നു. അണ്ണനെ 2-3 കഷ്ണം കൂട്ടിയല്ലോ, എന്നിട്ട് പിന്നെയും പറയും കൊള്ളത്തില്ലെന്ന്. ഇന്നത്തെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുഴപ്പമില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് കേൾക്കുന്നത് കുഴപ്പമില്ലായിരുന്നു. എന്നാലും നല്ലതാന്ന് പറയത്തില്ല. നല്ലതിന് നല്ലത് തന്നെ പറയും. പിന്നെ അടിപൊളിയൊന്നുമല്ല, നല്ലത് നല്ലതെന്ന് പറയും. ഓ, ഈയിടെയായിട്ടങ്ങ് നല്ല അടിപൊളിയായിട്ടിരിക്കുവാണല്ലോ, സുന്ദരനായിട്ടൊക്കെ. വെളുത്ത് ഏതോ വാങ്ങലുണ്ടെന്ന് തോന്നല്ലോ. എന്താ പറച്ചില് കേട്ടപ്പോ ഏതോ താങ്ങാനാണെന്ന് തോന്നുന്നു. ഓ, ഞാൻ ചുമ്മാതെ വന്നിന്ന് അടുത്തിരുന്നതാ. അടുത്തിരിക്കാനും ഒക്കത്തില്ലയോ? അടുത്തിരുന്നു, വഴക്കൊന്നും വിടുവല്ലോ, സ്നേഹത്തോടെ വന്നിരുന്നതാ. പിന്നെ നമുക്ക് കണ്ടെണ്ണ സിനിമ കാണാൻ പോണേ. ഇവിടെ മാവേലിക്കരയിലെ സെക്കൻഡ് ഷോ എന്തോ 9:30-ക്കുള്ളതിന് സെക്കൻഡ് ഷോ അതിന് പോണേ അണ്ണാ. അണ്ണാ അണ്ണാ ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. വരട്ടെ. ഒന്നുമില്ല, ഞാൻ ചുമ്മാ ഒന്ന് വിളിച്ചതാ. അണ്ണാന്ന് വിളിക്കാനൊക്കത്തില്ലയോ? വിളിച്ചോ. നോ, ഈ കൈക്ക് വേദനയല്ലായിരുന്നു അണ്ണാ, കുറവുണ്ടോ? തൈലം പുരട്ടിയപ്പോ മാറിയെന്ന് തോന്നുന്നു. ആണോ? വേണോ ഇച്ചിരി കൂടെ ഞാൻ പരട്ടിത്തരാം അണ്ണാ? ഇടയ്ക്ക് ചെറുതായിട്ട് വിങ്ങലുണ്ട്, അതെന്താണെന്ന് അറിയത്തില്ല. കഴിക്കോ? ഇതോടാ ഇതില്ല, ചുറ്റിയേക്ക് അടി കിട്ടിയെടുത്തായിരിക്കും. അണ്ണാ ഇച്ചിരി തൈലം പരട്ടി തരട്ടെ അണ്ണന്? തൈലം ഇപ്പം വേണ്ട, വൈകിട്ട് പരട്ടിയാ മതി. കണ്ടോ നീരുണ്ട്, കണ്ടോ? കഷ്ടം. ഒരു 1000 രൂപ തരാവോ? എന്തോയിനാ? ഒരു കല്യാണത്തിന് പോകുന്നതിന് ഫേഷ്യൽ ചെയ്യാനാണ്. എന്നും കല്യാണമാണല്ലോ, 1000 രൂപ തരാൻ പറഞ്ഞു വിടാണ്ട് അടിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ എന്നാ അണ്ണനോട് 1000 രൂപ മേടിച്ചണ്ണാ? ഇതിനകത്ത് കിടന്ന പൈസ കംപ്ലീറ്റ് പോയി, എവിടാന്ന് പോലും അറിയത്തില്ല. ഇതിനകത്ത് ഞാൻ എടുത്തോ 1000 രൂപ? എന്നും കല്യാണം, ഒന്നി പരവാസലി, അല്ല കൂട്ടുകാരിയുടെ വീട്ടിൽ പോകണം. ഇതിനൊക്കെ പൈസ ആരാ തരുന്നത്? ഞാൻ ആരോട് ചോദിക്കാനാ പൈസ? അണ്ണനോടല്ലാതെ വേറെ ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ? അണ്ണനല്ലേ തരേണ്ടത്. അത് എൻ്റെ ഇല്ലല്ലോ തരാനായിട്ട്. ഇപ്പൊ ഞാൻ എവിടെ തരുന്നത്? ഞാൻ ഇച്ചിരി വെളുത്ത് സുന്ദരിയൊക്കെ ആയിട്ട് പോകുന്ന അണ്ണനോട് അഭിമാനമല്ലേ? പിന്നെ ഭയങ്കര അഭിമാനം, നല്ലത്. കഷ്ടമാണ്. എൻ്റെ കയ്യിലെങ്ങും ഇല്ല പൈസ ഒന്നും, എൻ്റെ പൈസ എല്ലാം കാലിയായി. ഇനി 5 ചില്ലറ പൈസ ഇല്ല. എന്തോ 1000 രൂപ നിനക്ക് പൈസ തന്നു, നീ വെളുക്കുകയും ചെയ്യും, ഞാൻ കറക്കുകയും ചെയ്യും. അതങ്ങനെ അണ്ണം കറക്കുന്നത്? എൻ്റെ കൈ കറക്കും, അല്ലെന്തോ എന്റെ മുഖവും വെളുക്കും. അത് അണ്ണന് നല്ലതല്ലയോ അണ്ണാ? അതെന്തിന്? അണ്ണന്റെ ഭാര്യയായ ശൈലജ നല്ലോണം വെളുത്തൊരുങ്ങിയൊക്കെ പോകുന്നത് കാണാൻ അണ്ണന് ഇഷ്ടമല്ലയോ? ഭയങ്കര ഇഷ്ടമല്ല, ഞാൻ എന്നും കാണുന്നതല്ലേ. നീ പ്രത്യേകിച്ച് എന്താ ഒരുങ്ങാന്? എവിടെങ്കിലും പോകുമ്പോ അണ്ണനോട് ഒരു അന്തസ്സല്ലേ അണ്ണാ? ശരിയാ. ഉണ്ണിക്കുട്ടനോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു അവൻ്റെ കയ്യിലൊന്നും ഇല്ല, തീർന്നെന്ന്. അല്ല, ശ്രീകുട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവൻ്റെ കയ്യിലും ഇല്ലെന്ന്. പിന്നെ ഞാൻ ആരോട് ചോദിക്കാനാ? എൻ്റെ കയ്യിലൊന്നും ഇല്ല, എൻ്റെ മൊബൈലിനകത്തൊന്നും പൈസ ഒന്നും ഇല്ല. 1000 രൂപ അതാണ്, കഷ്ടമാണ്. ഞാനങ്ങ് തിരിച്ചു തന്നേക്കാം എപ്പോഴെങ്കിലും. എൻ്റെ കയ്യിലൊന്നും ഇല്ല, നിനക്കറിയത്തില്ല എൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് പൈസ വരുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഞാനും ഈ കടയിൽ അണ്ണൻ്റെ കൂടെ കിടന്ന് കഷ്ടപ്പെടുന്നില്ലയോ അണ്ണ? എല്ലാവരും വരുമ്പോൾ സാധനമൊക്കെ കൊടുക്കുന്നു, എല്ലാം ഞാൻ ചെയ്യുന്നില്ലയോ? ഞാൻ ഒത്തിരി ചോദിച്ചില്ലല്ലോ, ഒരു 1000 രൂപ തരാതാണ്, കഷ്ടമാണ്. എൻ്റെ കയ്യിലൊന്നും ഇല്ല പൈസ, നീ പോയി പണി നോക്കില്ലെന്നോ? എപ്പോഴും വന്ന് പൈസ ഇവിടെ അടിച്ചു വെച്ചിരിക്കുന്നു, മെഷീനുണ്ട്. പോട്ടെ, ഉറങ്ങാൻ പോയതാ. എൻ്റെ മനസാക്ഷിക്ക് ഞാൻ 2-3-4 തവണ ചോദിച്ചു പൈസ 1000 രൂപ, എനിക്ക് തന്നില്ല. എനിക്കറിയാതെ എങ്ങനെ എടുക്കണമെന്ന്. ഉറങ്ങട്ടെ, കാണിച്ചു തരാം. ഇതെന്തായാലും ഞാൻ എടുത്തിട്ടേ ഉള്ളൂ. ഇതിനുള്ള പണി കൊടുക്കാം. ബാ. ഉറങ്ങി.
നമ്മളെടുക്കല കളി. 1000 വട്ടം ഞാൻ സ്നേഹത്തോടെ ചോദിച്ചു. 1000 രൂപയെ ഞാൻ ചോദിച്ചുള്ളൂ, തന്നില്ല. പണി കൊടുക്കാം, എന്നോടാ കളി. സൗണ്ട് അങ്ങ് കുറയ്ക്കാം. ഗൂഗിൾ പേ എന്ത് ചെയ്യുന്ന? പക്ഷേ ആ ആ കിട്ടിയടാ മോനെ, അടി ഏടി സാക്കേ. നമ്മളെടുക്കല കളി. ഓ ആ എന്തായാലും 1000 രൂപ കിട്ടി. മേക്കപ്പ് സെറ്റ് ഫേഷ്യൽ ചെയ്യാനാ. സന്തോഷം. ആ മൊബൈലൊന്നും കാണട്ടെ. എന്തോ ഇങ്ങോട്ട് കിടത്തേ. ഇവിടെ എന്താ ഇതിനകത്ത് പൈസ പോയല്ലോ. ആരുടെ? എൻ്റെ മൊബൈലിൽ കിടന്ന പൈസ കാണുന്നില്ലല്ലോ, എവിടെ പോയത്? ഇവിടെ അണ്ണന്റെ മൊബൈലിൽ നിന്ന് എൻ്റെ കയ്യിലോട്ട് പൈസ വരുന്നത് എങ്ങനെയാ? ഞാൻ പറഞ്ഞില്ല എന്റെ പൈസ തരാമെന്നല്ലേ പറഞ്ഞത്. ഇതിനകത്തൊന്നും അടിച്ചെടുത്തെന്ന് എങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലാവുന്നു, എനിക്കറിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, അണ്ണന്റെ പേരില് ഇങ്ങനെ അങ്ങോട്ട് വെക്കാതെ അത് ഓൺ ആകത്തില്ലല്ലോ. എനിക്കറിയത്തില്ല, എന്റെ പൈസ ഇതിന് പോയിട്ടുണ്ട്, വേറെ ആരും എടുക്കാൻ വഴിയില്ല, എനിക്കറിയത്തില്ല. പൈസ വന്നിട്ടില്ല. പിന്നെ നീ ആഴ്ച പേഴ്സിൽ ചെയ്യണം, അത് ചെയ്യണം, ബ്യൂട്ടി പാർലറിൽ പോകണം, ഈ പൈസ ഒക്കെ എന്റെ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ പൈസ ആഴ്ച ബ്യൂട്ടി പാർലറിലും അവിടെ ഇവിടെ പോയിരുന്നു. ഞാൻ ഇങ്ങനെ ഇരിക്കത്തില്ലല്ലോ, ഇതിൽ നല്ല സൗന്ദര്യം കണ്ടേനെ. സൗന്ദര്യം ഓക്കെ, എനിക്കറിയത്തില്ല. എന്റെ പൈസ പോയിട്ടുണ്ട്. ഞാൻ എവിടെ നിന്നെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട പൈസ, കടയിലെ പൈസ. എനിക്ക് ഇനി പൈസ ആരെങ്കിലും ചോദിച്ചു ഞാനൊരു കാര്യം ചോദിക്കട്ടെ അണ്ണനോട്, ഞാൻ മരക്കിടുവല്ല. അണ്ണന്റെ തേണ്ട എന്തുവാ തമ്പ് ഇങ്ങനെ വെച്ചാലല്ല ഗൂഗിൾ പേ ഓൺ ആകത്തുള്ളൂ. അതെനിക്കറിയത്തില്ല, വേറെ ആരും ഇതിനകത്ത് പൈസ എടുക്കത്തില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഉണ്ണിക്കുട്ടനോ ശ്രീകുട്ടനോട് ചോദിച്ചു. ശ്രീകുട്ടൻ കൂടി ഇല്ല, പിന്നെ ശ്രീകുട്ടൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. കുറച്ചു മുമ്പ് വരെ പൈസ ഉണ്ടായിരുന്നു. അച്ഛനായിരിക്കും. എനിക്കറിയത്തില്ല, എന്റെ പൈസ തരുന്നേ പറ്റൂ. അണ്ണന്റെ പൈസ ഞാൻ എങ്ങനെ എടുക്കാനാണ് അണ്ണന്റെ വിരല് പതിക്കാതെ? ഞാൻ കിടന്ന് ഉറങ്ങിയപ്പോഴെങ്കിലും പറ്റിച്ചാണെന്ന് എനിക്കറിയത്തില്ലല്ലോ. അത് അണ്ണന്റെ വിരലെടുത്ത് ഫോണിലോട്ട് വെക്കുമ്പോ അണ്ണൻ അറിയാൻ വയ്യായോ എത്ര ഉറങ്ങുവാണേലും? എനിക്ക് എന്താ പറഞ്ഞാലും എനിക്ക് പൈസ തരണം. വേറെ ആരും പൈസ കൊണ്ടുപോകത്തില്ല, എന്റെ വൈഫ് മാത്രമേ എടുക്കത്തുള്ളൂ പൈസ. അവൻ എന്താ മന്തി മേടിക്കാൻ എടുത്തതായിരിക്കും. ഒന്നും മേടിച്ചത് എനിക്കറിയത്തില്ല. ശ്രീകുട്ടൻ അവിടെ കിടന്ന് ഉറങ്ങുവാ. പിന്നെ ഞാനും ഉറങ്ങുമായിരുന്നു. എനിക്കറിയത്തില്ല ഇതിനകത്ത് പൈസ പോയി. ഞാനിപ്പോ ആരോട് സമാധാനം പറയും? എന്തോ സമാധാനം പറയാൻ എന്തു 2.5 മേടിച്ചതാണോ? അറിയത്തില്ല, എനിക്ക് പൈസ എന്റെ കാര്യത്തിന്. അല്ലെങ്കിൽ ഞാൻ 1000 രൂപ എടുത്തെങ്കിൽ ഇത്ര വെപ്രാളം എന്തുവാ? എന്തായാലും എടുത്താലും പെണ്ണുപിള്ളയല്ലയോ, വേറെ ആരും അല്ലല്ലോ. അപ്പൊ നീ എടുത്തത് തന്നെ? എടുത്തില്ല, ഞാൻ എടുത്തില്ല. മുഖം പറയുന്നല്ലോ എടുത്തെന്ന്. അടിച്ചു മാറ്റാൻ പിടിക്കുക. പിന്നെ അടിച്ചു മാറ്റാൻ പിടിക്കുക. അങ്ങനെയാണ് ഞാൻ എത്ര രൂപ ഉണ്ടാക്കിയാൽ ഒരു സാധനം ചോദിച്ചാൽ തരത്തില്ല. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ ചെയ്താ പറ്റത്തുള്ളൂ. അപ്പൊ അത് പറയടി, എനിക്കൊരു പൈസ തന്നേ പറ്റൂ കേട്ടോ. പൈസ എനിക്ക് തന്നേ പറ്റൂ, ഒരു രക്ഷയില്ല. ഞാനല്ലേ ഇവിടെ പ്രശ്നം ഉണ്ടാക്കും. പ്രശ്നം ഉണ്ടാക്കും. പിന്നെ ഇതിനകത്തുനിന്ന് പിന്നെ പൈസ ആരാ കൊണ്ടുപോയത്? ഞാൻ എടുത്തെന്ന് ഞാൻ അണ്ണനോട് പറഞ്ഞു. ഞാനൊന്ന് ചിരിച്ചെന്ന് പറഞ്ഞ് ഞാൻ എടുത്തോണ്ട് പറയേണ്ട കാര്യം 100% നീ തന്നെ എടുത്തിട്ടുണ്ട്, എനിക്കറിയാം. അണ്ണൻ ഗൂഗിൾ പേ എടുത്ത് വെച്ച് നോക്ക്. ഞാൻ നോക്കട്ടെ. അണ്ണന്റെ വിരല് പതിക്കാതെ ഗൂഗിൾ പേ ഓൺ ആകത്തില്ലല്ലോ. പിന്നെ ഇതിനകത്ത് നീ പൈസ എടുത്തിട്ടുണ്ടോ? സത്യം പറ. എന്റെ അണ്ണ ഞാൻ പൈസ എടുത്തില്ല. ഉറപ്പാണോ? ഞാനിപ്പം നോക്കട്ടെ, ഞാനിപ്പം പറയാമല്ലോ.
പിന്നെ പൈസ എങ്ങനെ പോയത്? എനിക്കറിയാൻ വയ്യോ. ശ്രീകുട്ടൻ എടുത്തതായിരിക്കും. അതാ, അല്ലെങ്കിൽ അച്ഛനായിരിക്കും, വല്യച്ഛനായിരിക്കും. ഞാനിപ്പോൾ നോക്കട്ടെ. വേണ്ടേ ചേട്ടൻ നീ പൈസ എടുത്തിട്ടുണ്ടല്ലോ. ആര്? നീ തന്നെ എടുത്തിട്ടുണ്ടല്ലോ. വേറെ ഏതെങ്കിലും ശൈലജയായിരിക്കും. അത് ശരി. ഇവിടെ എണീറ്റിട്ടില്ലല്ലോ ഇതുവരെ. ആ, നീ എടുത്തെങ്കിൽ എടുത്തെന്ന് പറയാം, സമാനമായിട്ട് പറയാം. ഞാൻ അതിന് എന്തെങ്കിലും പരിഹാരം പറയാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അണ്ണനോട് എപ്പോ ഒരു 100 രൂപ കാശ് ഞാൻ ചോദിച്ചാലും അണ്ണൻ ഇല്ലെന്നല്ല പറയത്തുള്ളൂ. എനിക്ക് സ്നേഹത്തോടെ അണ്ണൻ തന്നിട്ടുണ്ടോ പൈസ? പറ. എപ്പോ ചോദിച്ചാലും എന്തോന് ചോദിച്ചാലും തരുവോ പൈസ? ആദ്യം തരത്തില്ലെന്ന് പറഞ്ഞാലും എപ്പോഴും പിന്നെ വാരിയിട്ട് തരത്തില്ല. പിന്നെന്തോ വാരിയിട്ട് പിന്നല്ല, ആദ്യം വേണ്ട തരത്തില്ലെന്ന് പറയും. ഏത് കാര്യമാന്ന് പറഞ്ഞാലും രണ്ടാമത് പിന്നെ അല്ലാതെ വാരിയിട്ട് തരാന് പറക്കളന്ന് തരും. അപ്പം പിന്നെ ഇതൊക്കെ പറ്റത്തുള്ളൂ. അപ്പൊ എന്തേലും ചെയ്തോ, നമുക്കറിയത്തില്ല. ഞാൻ എന്റെ പൈസ പെട്രോൾ അടിക്കാൻ ചോദിച്ചാൽ തരത്തില്ല. എന്തോന്ന് ചോദിച്ചാലും ഒരു 100 രൂപ കാശ് തരത്തില്ല. അങ്ങ് എന്തോന്ന് പറിച്ചില്ല. ഇതൊക്കെ വന്നതായ വലിയ കുലുമാലായി പോയത്. അല്ല നേരത്തെ ഉള്ള പൈസ കൊണ്ടായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പൈസയും കിടക്കുമായിരുന്നു. ഇപ്പം കടയിൽ തന്നെ അത്ര വരുമെന്ന് പൈസ പോയി പിന്നെ കണക്ക് കൂട്ടുമ്പോൾ പൈസ ഇല്ല. ഇങ്ങോട്ട് നോക്കിയേ, ഇത് പൈസ എടുത്തിട്ടുണ്ടോ ഇല്ലെന്ന് പറ. എടുത്തോ? നീ ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറ. എടുത്തോ ഇല്ലയോ എന്നോട് പറ. ഞാൻ എടുത്തു. ചോദിച്ചാൽ തരത്തില്ലല്ലോ. എപ്പോൾ ചോദിച്ചാലും പൈസ തരത്തില്ല. അതുകൊണ്ട് ഫോണെ കൊണ്ടുവന്ന് അണ്ണന്റെ പേരിൽ വെച്ച് നമുക്ക് നീ ആള് കൊള്ളാമല്ലോ. പൈസ 1000 രൂപ എടുത്തിട്ടുണ്ട്. 1000 വരുമെങ്കിൽ 1500 രൂപ തിരിച്ചടയ്ക്കണം. അല്ല ഞാൻ വിടത്തില്ല. ഞാൻ പറഞ്ഞേക്കാം. എന്തൊരു പരിപാടി നീ കാണിച്ചു. ആദ്യം ചോദിച്ചപ്പം പറഞ്ഞു ഒന്നും അറിയത്തില്ല, എനിക്ക് അറിയത്തില്ല, ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. 1000 രൂപ എടുത്തു. 1500 രൂപ എനിക്ക് തരണം. ഇതിലീ ഭേദം ഞാൻ പലിശക്ക് എടുത്താൽ മതിയായിരുന്നല്ലോ. എന്നാ പലിശക്കാരനെ എവിടെ പോയി എടുക്കുന്ന അയാളെ എല്ലാം മാരിക്കൊണ്ട് വന്നേനിപ്പോ. എന്റെ ഭഗവാനെ, ഇതിലീ ഭേദം പലിശക്ക് മേടിച്ചാൽ മതി. എനിക്കറിയത്തില്ല, ഞാൻ പൈസ തിരിച്ചു വന്നോണം കേട്ടോ. എന്നാലും നീ എന്നോട് ഇപ്പൊ എണിമേറ്റിരിക്കല്ല. ഞാനത് സ്നേഹമായിട്ട് പറഞ്ഞെങ്കിൽ ഞാൻ തരത്തില്ലായിരുന്നു. ഈ കള്ളപ്പണി പറയാൻ അണ്ണൻ കൊള്ളാമല്ലോ. പിന്നെ അണ്ണനോട് 1000 വട്ടം ഞാൻ സ്നേഹത്തോടെ ചോദിച്ചു, എനിക്ക് 1000 രൂപ നിനക്ക് എന്തായാലും ചോദിച്ചായിരുന്നു. അണ്ണൻ തന്നോ? എന്തായാലും പിന്നെ ഇതേ ഉള്ളു മാർഗം. എന്തായാലും ഞാൻ എടുത്തു. ഇത് എന്തായാലും നിനക്കറിയാം എന്റെ കാര്യം. അറിയാം എപ്പോഴായാലും തരുമെന്ന്. ഞാൻ എടുത്തു പൈസ. എടുത്തോ. എനിക്ക് എന്തായാലും ഞാൻ എടുത്തു. എന്തായാലും ഞാൻ പാർലറിൽ പോകും. ഒരു പാർലറിലും പോകുന്നില്ല. 12-ാം തീയതി എനിക്ക് പൈസ തിരിച്ചു തരണം. എന്നാലും ഞാൻ അല്ലെങ്കിൽ കാണിച്ചു തരാം. തരാം. അവിടെ ഇരി. കൊടുക്കത്തില്ല.